സിമിയുടെ വല്യമ്മയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. സിമിയുടെ ബന്ധുവാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്ന്, ഞാൻ ആ പ്രതികരണം അങ്ങ് നേരത്തെ ചോദിച്ച പ്രതികരണം കാണിക്കാം. പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുക്കുന്ന മോശം കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശം ആ കുട്ടിയുടെ, അതായത് ആ വണ്ടിയിലിരുന്ന കുട്ടിയുടെ വല്യമ്മയാണ് എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യങ്ങളടക്കം. എങ്ങനെയാണ് ഇനി നിഷേധിക്കാൻ കഴിയുക വല്യമ്മ ബന്ധം? ഇതിനകത്ത് ഞാൻ തുടക്കം മുതൽ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഇതിനകത്ത് ആ കുട്ടി വല്യമ്മയുടെ കയ്യിൽ പൈസയ്ക്ക് തുല്യമായ മറ്റെന്തെങ്കിലുമോ പൈസ കൊടുത്തത് എന്തിനാ എന്ന ചോദ്യത്തിനാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞത് ആ കുട്ടിയുടെ വല്യമ്മയാണ് എന്ന്. പൈസ കൊടുത്തത് എന്തിനാ എന്ന ചോദ്യത്തിനാണ് പറഞ്ഞത് വല്യമ്മയാണ് എന്ന്. നേരത്തെ പറഞ്ഞില്ല. എവിടെ? ഇതിനകത്ത് മുഴുവൻ മാധ്യമങ്ങളെയും നിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പറയുമോ? ഈ മാധ്യമങ്ങൾ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യലല്ലേ. ഞാൻ വോട്ടിന് പൈസ കൊടുത്തു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എത്ര അത്ഭുതാവഹമായിരിക്കും. ഞാൻ വോട്ടിന് പൈസ കൊടുത്തു കേട്ടോ. പ്രിയ മാധ്യമങ്ങളെ, ഇതാ ഇങ്ങോട്ട് നോക്കൂ. നിങ്ങളുടെ ക്യാമറയ്ക്ക് വേണമെങ്കിൽ ഞാൻ ഇനിയും ഇത് തെളിയിച്ചു കൊടുക്കാം എന്ന് പറയുമോ? അതെന്തൊരു വിനാശേരിയായിരിക്കും. ഇവിടെ വേണ്ട. ഇതിനു മുന്നേ നിങ്ങൾ ഈ റിപ്പോർട്ടർ ഉൾപ്പെടെ കാണിച്ച ദൃശ്യങ്ങളിൽ അവര് പൈസ കൈമാറുന്നതിന്റെ ദൃശ്യം എവിടെയാണ്? ആ അമ്മ പറയുന്നുണ്ടല്ലോ, ഞാനതൊരു വാദത്തിനെടുക്കാം. കൈമാറുന്ന ദൃശ്യം എവിടെയാണ് എന്ന് ഞാനത് വാദത്തിനെടുക്കാം പ്രശാന്ത് ശിവൻ. പക്ഷെ അതേ സമയത്ത് എന്തിനാണ് പൈസ കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അത് ആ കുട്ടിയുടെ വല്യമ്മ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ പൈസ കൊടുത്തില്ല എന്നല്ലേ പറയാ? വല്യമ്മയ്ക്ക് മുറുക്കാൻ മേടിക്കാൻ പൈസ കൊടുത്തു എന്നാണ് പറയാ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കൂ. അതിനുശേഷം നിങ്ങൾ ഇടപെട്ടോളൂ, ഞാൻ മറുപടി പറയാം. ഇതിനകത്ത് ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്ന ആരാണ്? അവിടെ കൂടിയ കോൺഗ്രസ്സുകാരാണ് ചോദിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരോടുള്ള സംഭാഷണം ഏത് തരത്തിലായിരുന്നു എന്നുള്ളത് അതിനു മുന്നേയും അതിന് ശേഷവുമുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ കാണിച്ചു. രണ്ട്, ആ വല്യമ്മ ഉൾപ്പെടെ പറയുന്നുണ്ട് എനിക്ക് പൈസ തന്നിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചു, എനിക്ക് മരുന്നിന് പൈസ വേണമെന്ന് ചോദിച്ചു, ഞാൻ ആരുടെ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്ന് ഇത് രണ്ടും പറയുന്നുണ്ട്. ഇത് രണ്ടും തെളിയാത്തിടത്തോളം കാലം BJP ഇതിനു വേണ്ടി വോട്ടിന് വേണ്ടി പൈസ കൊടുത്തു എന്നുള്ളത് എന്തിനാണ് ഇവിടെ സമ്മതിച്ചു തരുന്നത്? എന്തിനാണ് സമ്മതിച്ചത്? പിന്നെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ അവിടെ ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്ന സമയത്ത് കൊടുത്തവരും വാങ്ങിയവരും പൈസ നിങ്ങൾ തെളിയിക്കൂ, നിങ്ങൾ മാറി തെളിയിക്കൂ.